+2 കമ്പ്യൂട്ടർ സയൻസിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അതിൽ ഫസ്റ്റ് ക്ലാസ് നമ്മൾ കണ്ടു എന്താണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, എന്താണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നമ്മൾ കണ്ടു. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഒബ്ജക്ട്സിനെ ബേസ് ചെയ്തിട്ടാണ് പ്രോഗ്രാമിംഗ് പെർഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി നമുക്കതിൽ വരുന്ന ബേസിക് കൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഒബ്ജക്റ്റ്, ക്ലാസ്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ, എൻകാപ്സുലേഷൻ, മോഡുലാരിറ്റി, ഇൻഹെറിറ്റൻസ്, ലാസ്റ്റ് പോളിമോർഫിസം. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒബ്ജക്റ്റ് ആൻഡ് ക്ലാസ്, എന്താണ് ഒബ്ജക്റ്റ് എന്താണ് ക്ലാസ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് നമ്മൾ പറഞ്ഞു അത് ബേസ്ഡ് ഇൻ ദ ഒബ്ജക്ട്സിനെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റും കാണുന്ന എന്തിലും നമുക്ക് ഒബ്ജക്ട്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റി കഴിഞ്ഞാൽ നമുക്കത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എഴുതാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇപ്പോൾ കുറച്ച് റിയൽ വേൾഡ് എക്സാമ്പിൾസ് ഒബ്ജക്ട്സിന് കാണിച്ചിട്ടുണ്ട്. ഒരു കാറുണ്ട്, ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, ഒരു TV കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരു കാർ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും, അത് ചെയ്യുന്ന കുറച്ച് ഫങ്ഷൻസ് അല്ലെങ്കിൽ അതിനൊരു ബിഹേവിയർ ഉണ്ടായിരിക്കും. ഇപ്പോൾ കാണുന്ന കാർ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കാർ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അതിനെന്തൊക്കെ പ്രോപ്പർട്ടിയാണുള്ളത്. അതിനൊരു ബ്രാൻഡ് ഉണ്ട്. ഇപ്പോൾ സ്വിഫ്റ്റ് ആണ്, അതിന് സ്വിഫ്റ്റ് കാറാണ് കാണിച്ചിരിക്കുന്നത്. ദെൻ അതിനൊരു കളർ ഉണ്ട്, കളർ എന്താണ്, റെഡ് കളറാണ് കാണിച്ചിരിക്കുന്നത്. ദെൻ സ്റ്റാറ്റസ് ഉണ്ട്, അതിന് സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്, അങ്ങനെ കുറേയധികം പ്രോപ്പർട്ടീസ് ആ ഒരു കാർ എന്ന് പറയുന്ന ഒബ്ജക്റ്റിനുണ്ട്. അതുപോലെ അതിന് കുറേ ബിഹേവിയർ ഉണ്ട്, അത് നമുക്ക് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. അതുപോലെ അതിനെ ഗിയർ ചേഞ്ച് ചെയ്യാം, നമുക്ക് ആക്സിലറേറ്റർ കൂട്ടാം, കുറയ്ക്കാം, ബ്രേക്ക് ചെയ്യാം, അങ്ങനെ കുറേയധികം ഫങ്ഷൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലബ് ഡാറ്റ ആൻഡ് ഫങ്ഷൻസ് ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. അപ്പോൾ ഒരു അതിൻ്റെ ഡാറ്റയും ഒരു ഒബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റയും ഫങ്ഷനും നമ്മൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് എഴുതുന്നതിനെയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കാർ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് അത് നമ്മൾ എഴുതി വയ്ക്കുന്നു, അതുപോലെ തന്നെ ബിഹേവിയർ നമ്മൾ എടുക്കുന്നു. തന്നെ ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിന് അയാൾക്ക് പ്രോപ്പർട്ടി എന്തൊക്കെയാണ്, സ്റ്റുഡൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് രജിസ്റ്റർ നമ്പർ ഉണ്ടായിരിക്കും, നെയിം ഉണ്ടായിരിക്കും, ഏജ് ഉണ്ടായിരിക്കും, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായിരിക്കും, ജെൻഡർ ഉണ്ടായിരിക്കും, മാർക്ക് ഉണ്ടായിരിക്കും, അങ്ങനെ കുറേ അധികം ഫീച്ചേഴ്സ് നമ്മൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിക്ക് ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് കുറേ ബിഹേവിയറും അതിനെ പറയാൻ പറ്റും. എന്തൊക്കെയാണ്, രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, മാർക്ക് ചേഞ്ച് വരുത്താം, അല്ലെങ്കിൽ ഏജ് ചേഞ്ച് ആവാം, അങ്ങനെ കുറേയധികം ബിഹേവിയേഴ്സും വരുന്നുണ്ട്. ദെൻ TV കൺസിഡർ ചെയ്യുക. TVക്ക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, നമ്മൾ TV കണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്തൊക്കെ മനസ്സിൽ ഓർമ്മ വരുന്നത്, അതിൻ്റെ പിക്ചർ ക്വാളിറ്റി എത്രയാണ്, സ്ക്രീൻ സൈസ് എന്താണ്, അതിൻ്റെ ബ്രാൻഡ് എന്താണ്, ദെൻ അതിൻ്റെ സ്റ്റാറ്റസ്, ഓൺ ഓഫ് എന്നുള്ള സ്റ്റാറ്റസ് നോക്കും അല്ലെ. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പെടും, ടേൺ ഓൺ ആൻഡ് ഓഫ്, ഇൻക്രീസ് വോളിയം, ഡിക്രീസ് വോളിയം, ദെൻ ചേഞ്ച് ചാനൽ, സ്കാൻ ചെയ്യാം, ട്യൂൺ ചെയ്യാം, അങ്ങനെ കുറേയധികം ബിഹേവിയേഴ്സും എന്തിന് വരുന്നുണ്ട്, TVക്ക്. അപ്പോൾ നമുക്ക് ചുറ്റും കാണുന്ന എന്തിനേയും നമുക്ക് ഒബ്ജക്റ്റ് ആയിട്ട് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡാറ്റ ആൻഡ് ഫങ്ഷൻ സിംഗിൾ യൂണിറ്റിലോട്ട് എഴുതുന്നത് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. കണ്ട പ്രോപ്പർട്ടീസിനെ വേറെ പേരുകളാണ് മെമ്പർ, ഡാറ്റ, സ്റ്റേറ്റ് എന്നൊക്കെ പറയും. ബിഹേവിയറിനെ മെത്തേഡ്സ്, മെമ്പർ, ഫങ്ഷൻസ് എന്നൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത്. ഇനി ഒബ്ജക്റ്റ്, നമ്മുടെ ഒറിജിനൽ പ്രോഗ്രാമിനകത്ത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഒബ്ജക്റ്റിനകത്ത് നമുക്ക് ഡാറ്റ ഉണ്ടാവും, ഫംഗ്ഷൻ ഉണ്ടാവും. ആ ഫംഗ്ഷൻ ഇൻസൈഡ് ആൻ ഒബ്ജക്റ്റ് ഈസ് നോൺ ആസ് മെമ്പർ ഫംഗ്ഷൻ. നമ്മൾ ഒബ്ജക്റ്റിനകത്ത് എഴുതുന്ന ഫംഗ്ഷനെ പറയുന്ന പേരാണ് മെമ്പർ ഫംഗ്ഷൻ. അതിനകത്ത് എഴുതുന്ന ഡാറ്റനെ പറയുന്ന പേരാണ് മെമ്പർ. ഇപ്പോൾ ഒബ്ജക്റ്റിന് ഉള്ളിൽ എഴുതുന്ന ഫംഗ്ഷനെ പറയുന്ന പേര് മെമ്പർ ഫംഗ്ഷൻ എന്നും ഡാറ്റനെ പറയുന്ന പേരാണ് മെമ്പർ എന്നും. ഓക്കെ, ഇനി എന്താണ് ക്ലാസ് എന്ന് നോക്കാം. ഓക്കെ, ക്ലാസിന്റെ ഡെഫിനിഷൻ ആദ്യം നോക്കാം. എ പ്രോട്ടോടൈപ്പ് ഓർ ബ്ലൂ പ്രിന്റ് ദാറ്റ് ഡിഫൈൻസ് ദ സ്പെസിഫിക്കേഷൻ കോമൺ ടു ഓൾ ഒബ്ജക്ട്സ് ഓഫ് എ പർട്ടിക്കുലർ ടൈപ്പ്. ഒരു ടൈപ്പ് ഒബ്ജക്ട്സിന്റെ കോമൺ സ്പെസിഫിക്കേഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്ലാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ 2 കാറ് കാണിച്ചിട്ടുണ്ട്. രണ്ടും ഒരുപോലെയുള്ള കാറാണോ, ചെറിയ വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ എന്താണ് ഫങ്ഷനൊക്കെ സിമിലർ ആണ്. അപ്പം ഇതൊരു സ്വിഫ്റ്റ് കാറാണ്, റെഡ് കളറാണ് ഇരിക്കുന്നത്. അപ്പുറത്തുള്ളത് ഒരു ഇനോവ കാറാണ്, അത് സിൽവർ കളറിലാണ് ഇരിക്കുന്നത്. സീറ്റിംഗ് കപ്പാസിറ്റിയിലും ചേഞ്ച് ഉണ്ടായിരിക്കും. അതിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് സെയിം ഫങ്ഷൻസ് ആണ്. ഓൺ ഓഫ് ചെയ്യാം, ചേഞ്ച് ഗിയർ, ആക്സിലറേറ്റർ കൂട്ടാം കുറയ്ക്കാം,
അങ്ങനത്തെ ഫങ്ഷൻസ് തന്നെയാണ് അതിന് വരുന്നത് അല്ലേ? അതിലെന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഇത് രണ്ടും എന്താണ്, ഒരേ കാറ്റഗറിയുള്ള ഒബ്ജക്ട്സ് ആണെന്ന് പറയും. അതിന്റെ കാറ്റഗറി എന്ത് കാറ്റഗറിക്കാണ് വരുന്നത്? കാർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്കകത്താണ് ഈ സ്വിഫ്റ്റ് കാറും ഇന്നോവ കാറും വരുന്നത്. ക്ലാസ്സിനകത്തായിരിക്കും നമ്മുടെ ഒബ്ജക്റ്റിന്റെ ഡെഫിനിഷൻസ് ഉണ്ടായിരിക്കുക. അപ്പൊ കാർ എന്ന് പറയുന്ന ഒരു ക്ലാസ്, ആ ക്ലാസ്സിനകത്ത് നമ്മുടെ ഈ പ്രോപ്പർട്ടീസ് നമ്മൾ എഴുതി വെക്കും. നെയിം, കളറ്, അതുപോലെ തന്നെ ഫങ്ഷൻസ് ആയിട്ട് ഓൺ ഓഫ് ചേഞ്ച് ഗിയർ എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ് ആണ് ക്ലാസ് എന്ന് പറയുന്നത്. നമ്മുടെ ഒബ്ജക്റ്റിന്റെ പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ് ആണ് എന്ന് പറയുന്നത് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ അത് നോക്കിയിട്ടാണ് പിന്നെ ഉള്ള ഒബ്ജക്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റും ക്ലാസ്സും എന്തായെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്ട്സിന്റെ സ്പെസിഫിക്കേഷൻ ഡിഫൈൻ ചെയ്ത് വെക്കുന്നതാണ് ക്ലാസ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ആ ഒരു പർട്ടിക്കുലർ ക്ലാസ്സിനെ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോപ്പർട്ടീസും ഫംഗ്ഷനും ഹോൾഡ് ചെയ്യുന്ന ഒബ്ജക്ട്സ്. ഓക്കെ, ഇനി ഒരു ക്ലാസിന്റെ ഇൻസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എത്ര എണ്ണം വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എത്ര ഒബ്ജക്ട്സ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം, എങ്ങനെയാണ് ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. അപ്പൊ ക്ലാസ് ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് ക്ലാസ് എന്ന് പറയുന്ന കീവേഡ്. ക്ലാസ് സ്പേസ് ക്ലാസ് നെയിം, ദെൻ ഓപ്പൺ ബ്രേസ്, അതിനകത്ത് നമ്മുടെ ഡാറ്റ മെമ്പേഴ്സും ഡാറ്റ മെമ്പർ ഫംഗ്ഷൻസും എഴുതി കൊടുക്കാം. ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ എഴുതുന്ന വേരിയബിൾസിന്, അതായത് ഡാറ്റ മെമ്പേഴ്സ് എന്ന് പറയും, അതായത് ഫംഗ്ഷൻസിനെ മെമ്പർ ഫംഗ്ഷൻസ് എന്ന് വിളിക്കും. ഇനി ഇതിൽ കാണിച്ചിരിക്കുന്നതിൽ പ്രൈവറ്റ് പബ്ലിക് എന്നുള്ള രണ്ട് കീവേഡ്സ് കാണാനുണ്ട് അല്ലേ? പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ ഡിക്ലറേഷൻ എഴുതിയിട്ടുണ്ട്, ഫംഗ്ഷൻ ഡിക്ലറേഷൻ എഴുതിയിട്ടുണ്ട്. പബ്ലിക് എന്ന് പറഞ്ഞിട്ടും വേരിയബിൾ ഡിക്ലറേഷൻ എഴുതിയിട്ടുണ്ട്, ഫംഗ്ഷൻ ഡിക്ലറേഷൻ എഴുതിയിട്ടുണ്ട്. ഈ പ്രൈവറ്റ് പബ്ലിക് എന്നുള്ള രണ്ട് കീവേഡ് വരുന്നത് ആക്സസ് സ്പെസിഫയേഴ്സ് ആണ്. നമുക്ക് എന്തൊക്കെ പെർമിഷൻസ് ആണ് ക്ലാസ്സിൽ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഈ ആക്സസ് സ്പെസിഫയേഴ്സ് കൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ പ്രൈവറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലാസ്സിനകത്ത് മാത്രം സ്കോപ്പ് ഉള്ള തന്നെയാണ് പ്രൈവറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. പബ്ലിക് എന്ന് പറയുകയാണെങ്കിൽ ക്ലാസ്സിന് ഔട്ട്സൈഡിലുള്ള ക്ലാസ്സുകൾക്കും പുറത്തുള്ള ക്ലാസ്സുകൾക്കും എന്ത് ആക്സസ് ചെയ്യാൻ പറ്റും, ഈ പബ്ലിക് പോർഷനിൽ എഴുതിയിട്ടുള്ള ഡാറ്റേനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ ഡിഫോൾട്ട് ആയിട്ട് പ്രൈവറ്റ് ആയിട്ടായിരിക്കും, നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും പ്രൈവറ്റ് ആയിട്ടാണ് ക്ലാസ്സിലെ മെമ്പേഴ്സിനെ എടുക്കുന്നത്. പബ്ലിക് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പബ്ലിക് എന്ന് പറഞ്ഞ് തന്നെ എഴുതി കൊടുക്കേണ്ടി വരും. അപ്പൊ അതാണ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഇരിക്കുന്നത്. ഇനി ഒരു എക്സാമ്പിൾ ക്ലാസ് എഴുതിയിട്ടുണ്ട്, ക്ലാസ് സ്പേസ് ക്യൂബ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഹൈറ്റും കളറും ആണ് അതിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ പ്രൈവറ്റ് ആയിട്ടാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. ദെൻ പബ്ലിക് ആയിട്ട് നമുക്ക് ക്യൂബിലേക്ക് ആ ഹൈറ്റും കളറും റീഡ് ചെയ്യുന്ന ഒരു ഗെറ്റ് ക്യൂബ് ഇൻഫോ എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ പബ്ലിക് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഹൈറ്റ് കളർ എന്നുള്ളത് ഡാറ്റ മെമ്പറും ഗെറ്റ് ക്യൂബ് ഇൻഫോ എന്ന് പറയുന്നത് മെമ്പർ ഫംഗ്ഷനുമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പ്രോഗ്രാമിംഗ് സൈഡിലൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. അതിൽ കൺസെപ്റ്റുകൾ ക്ലിയർ ആക്കി വെക്കുക, അതിന്റെ ഡെഫിനിഷൻ പഠിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഫോർമാറ്റ് ആണ് ക്ലാസ് നെയിം സ്പേസ് ഒബ്ജക്റ്റ് നെയിം സെമിക്കോളൻ. നമ്മൾ സ്ട്രക്ചർ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തിരുന്നില്ല, അതുപോലെ തന്നെ ക്ലാസ് നെയിം സ്പേസ് ഒബ്ജക്റ്റ് നെയിം സെമിക്കോളൻ. അപ്പോൾ എക്സാമ്പിൾ നോക്കാം, ക്യൂബ് സ്പേസ് C1. C1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. എന്ത് ടൈപ്പിലാണ്? ക്യൂബ് എന്ന് പറയുന്ന ടൈപ്പിനകത്ത് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് C1 എന്ന് പറഞ്ഞിട്ട്. വേറെ ടൈപ്പിൽ നമുക്ക് ചെയ്യാം, കുറേയധികം ഒബ്ജക്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യൂബ് C1, C2 എത്ര ഉണ്ടോ അത്രയും നമുക്ക് കോമ ഇട്ടിട്ട് കൊടുക്കാം. ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഒബ്ജക്ട്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഒബ്ജക്ട്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പാസിംഗ് മെസ്സേജസ് വഴിയാണ് ഒബ്ജക്റ്റുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പാസിംഗ് മെസ്സേജസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റ് വേറൊരു ഒബ്ജക്റ്റിന്റെ മെമ്പർ ഫംഗ്ഷനെ കോൾ ചെയ്യാം. അതിനെയാണ് എന്ത് പറയുന്നത്, പാസിംഗ് മെസ്സേജസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ C1 ഡോട്ട് ഗെറ്റ് ക്യൂബ് ഇൻഫോ എന്ന് പറഞ്ഞാൽ C1 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എന്ത് കോൾ ചെയ്തിരിക്കുകയാണ്, ഗെറ്റ് ക്യൂബ് ഇൻഫോ എന്നുള്ള ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തു. അങ്ങനെ ടൈപ്പിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് ഇത് പറയുന്നത് പാസിംഗ് മെസ്സേജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത്രയാണ് ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ് എന്നുള്ള പോർഷനിൽ വരുന്നത്. ഇനി നമുക്ക് സ്ട്രക്ചറും ക്ലാസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. അത് ചോദിച്ച് കാണാറുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വരാറുണ്ട്. സ്ട്രക്ചറും ക്ലാസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നമ്മൾ സ്ട്രക്ചർ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് എന്താണ് സ്ട്രക്ചർ എന്നുള്ളത്. അപ്പം നമുക്ക് നോക്കാം. സ്ട്രക്ചറിനകത്ത് നമ്മൾ ഡാറ്റ മാത്രമേ സ്റ്റോർ ചെയ്ത് വെക്കുള്ളൂ.
കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഡാറ്റയാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. പക്ഷെ ക്ലാസ്സിനകത്ത് ഡാറ്റ മാത്രമാണോ? അല്ല, ഫംഗ്ഷനും കൂടി ക്ലാസ്സിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ആക്സസ് സ്പെസിഫയേഴ്സ് ഒന്നും സ്ട്രക്ചറിനകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ക്ലാസ്സിനകത്ത് ആക്സസ് സ്പെസിഫയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ സ്ട്രക്ചറിൽ ഡാറ്റ എന്ന് പറയുന്നതെല്ലാം പബ്ലിക്കാണ്, ആർക്കും ആക്സസ് ചെയ്യാവുന്ന ടൈപ്പിലാണ് നമ്മൾ സ്ട്രക്ചറിനകത്ത് ഡാറ്റ എഴുതുന്നത്. പക്ഷേ ക്ലാസ്സിനകത്ത് ഡിഫോൾട്ട് മെമ്പേഴ്സ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ആണ്. നമ്മൾ ഒരു ആക്സസ് സ്പെസിഫയറും കൊടുക്കാതെ എഴുതി കഴിഞ്ഞാൽ പ്രൈവറ്റ് ആയിട്ടാണ് ഡാറ്റ ഇരിക്കുള്ളൂ. സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കീവേഡാണ് സ്ട്രക്ട് എന്ന് പറയുന്ന കീവേഡ്. ക്ലാസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കീവേഡാണ് ക്ലാസ് എന്ന് പറയുന്ന കീവേഡ്. അപ്പോൾ നമുക്ക് സ്ട്രക്ചറും ക്ലാസ്സും തമ്മിലുള്ള ഡിഫറൻസ് മിനിമം 3 പോയിന്റ്സ് എങ്കിലും പഠിച്ചു വെച്ചേക്കണം. ഇതിന് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. താങ്ക് യു.